മരണം മുന്നിലെത്തിയപ്പോൾ കുറേശ്ശെയായി ഹമാസിന് വകതിരിവ് വച്ചു തുടങ്ങിയിരിക്കുന്നു. ബന്ദികളെ മോചിപ്പിക്കാമെന്നും വെടിനിർത്തൽ സാധ്യമാക്കണമെന്നും കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ഹമാസ് നിലവിളിക്കുകയാണ്. ദോഹയെയും ഖത്തറിനെയും ഈജിപ്തിനെയും സമ്മർദ്ദത്തിലാക്കുന്നു. അമേരിക്കയോട് സംസാരിച്ച് വെടിനിർത്തലിന് ഇസ്രായേലിനെ സമ്മതിപ്പിക്കണം. ഇതാണ് ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ, ഹമാസിന്റെ തലവന്മാരുടെ ഇപ്പോഴത്തെ ആവശ്യം. എങ്ങനെയും ഗാസയിൽ ഇസ്രായേലുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടണം. ഇനി ഇസ്രായേലിനെ യുദ്ധം നടത്താൻ അനുവദിക്കരുത്. നിലവിൽ നടക്കുന്ന യുദ്ധം ഏതാനും ദിവസങ്ങൾ കൂടി നീണ്ടാൽ ഗാസയിൽ നിന്ന് ഹമാസിന്റെ ഉന്മൂലനം എന്നേക്കുമായി ഉണ്ടാകും. ഗാസയിൽ പിന്നെ ഹമാസ് എന്ന ഭീകര സംഘടന ഉണ്ടാകില്ല. അത്രത്തോളം രൂക്ഷമായ ആക്രമണമാണ് ഓരോ ദിവസവും ഗാസയിൽ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ സാധ്യമാകണമെങ്കിൽ ബന്ദിമോചനം സാധ്യമാകണമെന്ന ഇസ്രായേലിന്റെ നിർദ്ദേശം ഒടുവിൽ ഹമാസ് ഇരുകൈയും നീട്ടി അംഗീകരിക്കുകയാണ്. ഞങ്ങളുടെ പക്കലുള്ള ബന്ദികളെ വിട്ടയക്കാം, ഞങ്ങളെ കൊല്ലരുതേ എന്ന് ഹമാസ് നിലവിളിച്ചുകൊണ്ട് താണുകേണ് അപേക്ഷിക്കുന്ന കാഴ്ചയാണ് ഗാസയിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഗാസയിലുള്ള ഹമാസുകാർ മാത്രമല്ല, ദോഹയിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ്, തുർക്കിയിൽ ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ നേതാക്കന്മാർ, മറ്റ് അറബ് രാജ്യങ്ങളിൽ ഖത്തറിലൊക്കെ ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ നേതാക്കൾക്ക് നേരെ മൊസാദിന്റെയും ഷിൻബെറ്റിന്റെയും ചാരന്മാരുടെ കൃത്യമായ നിരീക്ഷണം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മൊസാദിന്റെ റഡാർ കണ്ണുകളിൽ നിന്ന് ഹമാസിന്റെ നേതാക്കന്മാർക്ക് ഒരിക്കലും ഒളിച്ചു കടക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജീവൻ നിലനിർത്താൻ വേണ്ടി, സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാനും ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്നും ഹമാസ് ഒടുവിൽ പറയുകയാണ്. ഇതാണ് ഗാസയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇപ്പോൾ ഇതാ അമേരിക്കയെ നേരിട്ട് ഹമാസ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നു. ബന്ദികളെ വിട്ടയക്കാം. നേരത്തെ യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് ഒരു അവസാന ശ്രമം എന്ന നിലയ്ക്ക് ഇസ്രായേൽ ചില നിബന്ധനകൾ മുന്നോട്ട് വച്ചിരുന്നു. ആ നിബന്ധനയിൽ പ്രധാനമായും പറഞ്ഞത് 4-5 ആഴ്ചക്കാലത്തെ വെടിനിർത്തൽ കരാർ സാധ്യമാക്കാം, പക്ഷേ ഒരു 11 ബന്ദികളെ വിട്ടയക്കണം. ജീവനോടെ ഹമാസിന്റെ പക്കൽ അവശേഷിക്കുന്നത് 24 പേരെന്നാണ് ഹമാസ് നൽകുന്ന കണക്ക്. ആ കണക്കിലുള്ള 11 പേരെ നിങ്ങൾ 2 ഘട്ടങ്ങളായോ അല്ലെങ്കിൽ ഒറ്റ ഘട്ടമായോ വിട്ടയക്കണം. എങ്കിൽ ഏപ്രിൽ മാസം 16 വരെ നമുക്ക് വെടിനിർത്തൽ നീട്ടിക്കൊണ്ടു പോകാം. വളരെ മാന്യമായ രീതിയിലുള്ള ഒരു നിർദ്ദേശമാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത്. എന്നാൽ അന്ന് ഈ നിർദ്ദേശത്തെ പാടെ തള്ളിക്കളഞ്ഞ ഹമാസ് ആകട്ടെ അമേരിക്കൻ ഇസ്രായേൽ പൗരനായ അലക്സാണ്ടറിനെയും 4 ബന്ദികളുടെ മൃതശരീരങ്ങളും വിട്ടു നൽകാമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. ഇത് പാടെ തള്ളിക്കളഞ്ഞ ഇസ്രായേൽ ആകട്ടെ അടുത്ത ദിവസങ്ങളിൽ യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോഴും ഈ വിട്ടയക്കപ്പെടുന്ന ബന്ദികളുടെ എണ്ണത്തിലാണ് തർക്കം നിലനിൽക്കുന്നത്. 5 ബന്ദികളെ മാത്രമേ, ജീവനോടെയുള്ള 5 ബന്ദികളെ മാത്രമേ വിട്ടയക്കൂ എന്ന് ഹമാസ് പറയുമ്പോൾ, ഞങ്ങൾ പറഞ്ഞ 11 ബന്ദികളെ വിട്ടയക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ചർച്ചകളുമായി മുന്നോട്ട് പോകാമെന്ന് ഇസ്രായേൽ പറയുന്നു. ഇസ്രായേലിന് ഈ ചർച്ചകളിൽ ഒരു താല്പര്യവുമില്ല. ഒരിക്കൽ കൂടി വെടിനിർത്തൽ നടത്തി പറ്റിക്കപ്പെടാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. ഈ വെടിനിർത്തൽ ഒരുപാട് കാലമൊന്നും നീട്ടിക്കൊണ്ടുപോകാൻ ഹമാസ് സമ്മതിക്കില്ലെന്നും ആദ്യം ഏകപക്ഷീയമായി വെടിനിർത്തലിനെ അട്ടിമറിക്കുന്നത് ഹമാസ് തന്നെയാകുമെന്നും ഇസ്രായേലിന് വ്യക്തമായി അറിയാം. ഇത് ഒന്നല്ല, 2ാമത്തെ തവണ ഇസ്രായേലിന് ഈ അബദ്ധം പറ്റിയതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കൽ കൂടി ഹമാസിന് മുന്നിൽ മണ്ടന്മാരാകാൻ ഇല്ല എന്ന് ഇസ്രായേൽ ഉറപ്പിച്ചു പറയുന്നു. അതുകൊണ്ടാണ് ഇസ്രായേൽ പറയുന്നത്, നിങ്ങളുടെ പക്കലുള്ള ബന്ദികളിൽ 11 പേരെ വിട്ടയക്കുമെങ്കിൽ വെടിനിർത്തൽ സാധ്യമാകാം. താൽക്കാലികമായ വെടിനിർത്തൽ, അത് എത്ര ആഴ്ചത്തേക്ക് എത്ര കാലത്തേക്ക് എന്നുള്ളത് സംബന്ധിച്ച് ചർച്ച ചെയ്തൊരു തീരുമാനമുണ്ടാക്കാം എന്ന നിർദ്ദേശം ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നു. ഇപ്പോൾ എന്തായാലും ഹമാസിനെതിരെയുള്ള നടപടികൾ ഓരോ മണിക്കൂറിലും രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗാസയിൽ ഇസ്രായേൽ. കഴിഞ്ഞ ദിവസം രാത്രി ഖാൻ യൂനിസിന് സമീപവും ദാരുൽ ബലയ്ക്ക് സമീപവും ഒക്കെ വൻപൻ സ്ഫോടനങ്ങൾ നടന്നു. ആശുപത്രി കെട്ടിടങ്ങളിൽ ഒളിവിൽ കഴിയുന്ന ഹമാസ് ഭീകരന്മാരെ വധിക്കുകയാണ് ഇസ്രായേൽ സേന. അഭയാർത്ഥി ക്യാമ്പുകളിൽ കയറി വലിയ തിരച്ചിൽ നടത്തുന്നു. ഗാസയുടെ ഭൂപ്രദേശങ്ങൾ ഒന്നാകെ പിടിച്ചെടുക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ നടക്കുകയാണ്. ഈ ഓപ്പറേഷൻ ഒരാഴ്ച കൂടി നീണ്ടുപോയാൽ ഗാസ പരിപൂർണമായും ഇസ്രായേലിന്റെ കസ്റ്റഡിയിലാകും. ഒരിക്കൽ ഇസ്രായേലിന്റെ കസ്റ്റഡിയിലേക്ക് ഗാസ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഹമാസിനോ പാലസ്തീൻ അതോറിറ്റിക്കോ ഒന്നും തന്നെ ആ ഭാഗത്തേക്ക് എത്തി നോക്കാൻ കഴിയില്ല എന്നുള്ളത് ഹമാസിനറിയാം, പാലസ്തീൻ അതോറിറ്റിക്കും അറിയാം, അത് ഖത്തറിനും അറിയാം, ഈജിപ്തിനും അറിയാം, ഇറാനൊക്കെ അറിയാം. അതുകൊണ്ട് ഇസ്രായേൽ പൂർണ്ണമായും പിടിച്ചെടുക്കുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തൽ സാധ്യമാക്കുക, താൽക്കാലികമായെങ്കിലും വെടിനിർത്തൽ പ്രാബല്യത്തിൽ കൊണ്ടുവരിക, അതിനുശേഷം
ഒരു 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 വലിയ ചർച്ചകളുമായി മുന്നോട്ട് പോവുക, പല ഘട്ടങ്ങളിലായി ബന്ദികളെ പൂർണ്ണമായും വിട്ടു നൽകുക, ശാശ്വതമായ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേരുക. ഇതാണ് ഹമാസ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇസ്രായേലും അമേരിക്കയും ഇത് ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല. വെടിനിർത്തൽ എന്നത് അവർക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. നേരത്തെ യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് ഒരു അവസാന ശ്രമം എന്ന നിലയ്ക്ക് ഇസ്രായേൽ ചില നിബന്ധനകൾ മുന്നോട്ട് വച്ചിരുന്നു. ആ നിബന്ധനയിൽ പ്രധാനമായും പറഞ്ഞത് 4-5 ആഴ്ചക്കാലത്തെ വെടിനിർത്തൽ കരാർ സാധ്യമാക്കാം, പക്ഷേ ഒരു 11 ബന്ദികളെ വിട്ടയക്കണം. ജീവനോടെ ഹമാസിന്റെ പക്കൽ അവശേഷിക്കുന്നത് 24 പേരെന്നാണ് ഹമാസ് നൽകുന്ന കണക്ക്. ആ കണക്കിലുള്ള 11 പേരെ നിങ്ങൾ 2 ഘട്ടങ്ങളായോ അല്ലെങ്കിൽ ഒറ്റ ഘട്ടമായോ വിട്ടയക്കണം. എങ്കിൽ ഏപ്രിൽ മാസം 16 വരെ നമുക്ക് വെടിനിർത്തൽ നീട്ടിക്കൊണ്ടു പോകാം. വളരെ മാന്യമായ രീതിയിലുള്ള ഒരു നിർദ്ദേശമാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത്. എന്നാൽ അന്ന് ഈ നിർദ്ദേശത്തെ പാടെ തള്ളിക്കളഞ്ഞ ഹമാസ് ആകട്ടെ അമേരിക്കൻ ഇസ്രായേൽ പൗരനായ അലക്സാണ്ടറിനെയും 4 ബന്ദികളുടെ മൃതശരീരങ്ങളും വിട്ടു നൽകാമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. ഇത് പാടെ തള്ളിക്കളഞ്ഞ ഇസ്രായേൽ ആകട്ടെ അടുത്ത ദിവസങ്ങളിൽ യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. ഹമാസിനെ പൂർണ്ണമായും ഗാസ സ്ട്രിപ്പിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണം, പാലസ്തീനികളെ പൂർണ്ണമായും അവിടെ നിന്ന് കുടിയിറക്കണം, ഒരു പാലസ്തീനി പോലും ഇനി ഗാസയിൽ അവശേഷിക്കരുത്. അതിനുശേഷം അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക് ഗാസ കൊണ്ടുവരും, പിന്നീട് വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി ഗാസയെ മാറ്റുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പ്ലാൻ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ മുടന്തൻ ന്യായം പറഞ്ഞുകൊണ്ട് ഈ വെടിനിർത്തൽ ചർച്ചകളെ അലസിപ്പിക്കാൻ ഇസ്രായേൽ പരമാവധി ശ്രമിക്കും. ആ ചർച്ചകൾ വിജയമാകുന്നതിന് മുൻപ് തന്നെ ഹമാസിന്റെ അന്ത്യം എന്നേക്കുമായി കുറിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേലി സേന.